നമസ്കാരം. അധികാരം പോയതിന്റെ സങ്കടത്തിൽ ദിവസവും രാവിലെ എണീറ്റ് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് നാണം കെടുന്ന ചില നേതാക്കളുണ്ട്. അതിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററാണ് ഇപ്പോഴത്തെ താരം. മുഖ്യമന്ത്രി VD സതീശനെതിരെ അതീവ രൂക്ഷമായ ആരോപണങ്ങളുമായിട്ടാണ് മാഷ് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വന്നത്. സതീശൻ പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാത്ത ആളാണെന്നും ഇരട്ടത്താപ്പാണ് മുഖ്യമന്ത്രിയുടെ മുഖമുദ്രയെന്നുമാണ് ഗോവിന്ദൻ മാസ്റ്ററുടെ കണ്ടുപിടുത്തം. PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പണ്ട് പറഞ്ഞ UDF ഇപ്പോൾ അധികാരത്തിൽ വന്നയുടൻ അത് നടപ്പിലാക്കുന്നത് വലിയ തെറ്റാണത്രേ. ഇടതുപക്ഷമാണ് അധികാരത്തിൽ വന്നിരുന്നതെങ്കിൽ ഒരു കാരണവശാലും ഈ പദ്ധതി നടപ്പിലാക്കില്ലായിരുന്നുവെന്ന് മാഷ് വളരെ ഗൗരവത്തോടെ പറയുമ്പോൾ ജനങ്ങൾക്ക് ചിരിയാണ് വരുന്നത്. പണ്ട് പിണറായി വിജയനും കൂട്ടരും ചെയ്ത സകല കൊള്ളകളും അഴിമതികളും നേരം വെളുക്കുമ്പോൾ മുതൽ രാത്രി വരെ ചാനലുകളിൽ ഇരുന്ന് ന്യായീകരിക്കേണ്ടി വരുന്ന മാഷിന്റെ ഒരു ഗതികേട് നോക്കണം. MV ഗോവിന്ദനോട് നാണമില്ലേ എന്ന് ചോദിക്കുന്നില്ല, കാരണം അതില്ല എന്ന് അയാൾ പലവട്ടം തെളിയിച്ചതാണ്. CPM നറുക്കിട്ടാണോ ഈ പാർട്ടി സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത് എന്ന് ജനങ്ങൾ സംശയിച്ചാൽ അവരെ കുറ്റം പറയാനും പറ്റില്ല. ഇനി ഗോവിന്ദൻ മാസ്റ്റർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ആ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന കൂടി കേട്ടു നോക്കണം. പുതിയ UDF സർക്കാർ ബെക്കാഡി കമ്പനിക്ക് വേണ്ടി 600 കോടി രൂപയുടെ മദ്യനികുതി കുറച്ചെന്നും മദ്യരാജാക്കന്മാരുമായി ഡീൽ നടത്തിയെന്നും വലിയ രീതിയിലാണ് മാഷ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. ഈ ഡീൽ തുക പുറത്തു വരുമെന്ന ഭയം മൂലമാണ് മുഖ്യമന്ത്രി നികുതി നിർദ്ദേശം പിൻവലിക്കാത്തതെന്നും മാഷ് തട്ടിവിട്ടിട്ടുണ്ട്. അല്ല ഗോവിന്ദൻ മാസ്റ്റർ, ഈ പ്രസ്താവന വായിക്കുമ്പോൾ ഈ നാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് ഒരു പഴയ കാര്യം ഓർമ്മ വരുന്നുണ്ട്. ഇന്ന് സഭയ്ക്ക് പുറത്തുനിന്ന് ബക്കാഡിക്ക് വേണ്ടി 600 കോടിയുടെ നികുതി ഇളവ് എന്ന് വലിയ അഴിമതി ആരോപണം ഉന്നയിക്കുന്ന നിങ്ങൾ തന്നെയല്ലേ 2021 ബക്കാഡി ഇന്ത്യ നൽകിയ അപേക്ഷയിൽ അനുകൂലമായി കുറിപ്പെഴുതി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കൈമാറിയ അന്നത്തെ എക്സൈസ് മന്ത്രി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഫയൽ രേഖകളിൽ നിങ്ങളുടെ സ്വന്തം കൈയെഴുത്ത് കുറിപ്പും ഓഫീസ് നടപടിക്രമങ്ങളും ചർച്ചയാകുമ്പോൾ ആദ്യം അതിനെക്കുറിച്ച് വ്യക്തത വരുത്തേണ്ടത് ഈ പറയുന്ന ഗോവിന്ദൻ മാസ്റ്റർ തന്നെയാണ്. ഇന്ന് ഡീൽ, അഴിമതി, മദ്യരാജാക്കന്മാർ എന്നൊക്കെ വലിയ വായിൽ ആരോപണം ഉന്നയിക്കുന്ന ഇടതുപക്ഷം സ്വന്തം മന്ത്രിമാരുടെ കാലത്ത് ബെക്കാഡി കമ്പനികളുമായി ബന്ധപ്പെട്ട ഫയലുകൾ സെക്രട്ടേറിയറ്റിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് ജനങ്ങളോട് തുറന്നു പറയാൻ തയ്യാറാണോ? ഒരു കമ്പനി നൽകിയ അപേക്ഷ ജനാധിപത്യപരമായി സർക്കാർ പരിഗണിക്കുന്നത് തെറ്റല്ലെങ്കിൽ അന്ന് ഇടതുപക്ഷ മന്ത്രിമാർ അത് പരിഗണിച്ചപ്പോൾ അവർ മാത്രം വലിയ വിശുദ്ധരും, ഇന്ന് പുതിയ UDF സർക്കാർ അതേ വിഷയത്തിൽ നിയമപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതുമാത്രം അഴിമതിയുമാകുന്നത് എങ്ങനെയുള്ള ന്യായമാണ് മാസ്റ്റർ? ബെക്കാഡിയുടെ അപേക്ഷ GST കമ്മീഷണർക്ക് തള്ളാൻ കഴിഞ്ഞത് LDF സർക്കാർ നികുതി തീരുമാനിക്കാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് മാഷ് ഇപ്പോൾ വലിയ ക്രെഡിറ്റ് എടുക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത്തരം കമ്പനികളുടെ അപേക്ഷകൾ നിങ്ങളുടെ എക്സൈസ് മന്ത്രിയുടെ ഓഫീസിൽ എത്തിയതും അവിടെ നിന്ന് ഫയലുകൾ മുകളിലേക്ക് നീങ്ങിയതും എന്തിനായിരുന്നു എന്ന് ഗോവിന്ദൻ മാസ്റ്റർ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണം. ഒരു വശത്ത് കമ്പനിയുമായി ബന്ധപ്പെട്ട രേഖകളിൽ നേരിട്ട് ഇടപെടുകയും മറുവശത്ത് അതേ കമ്പനിയുടെ പേര് പറഞ്ഞ് പുതിയ സർക്കാരിനെതിരെ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നത് പച്ചയായ ഇരട്ടത്താപ്പല്ലേ? അവസാനമായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഗോവിന്ദൻ മാസ്റ്ററിനോട് ലളിതമായ ചില ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാനുള്ളൂ. ബക്കാഡി കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും നിങ്ങളുടെ ഭരണകാലത്തെ ഫയൽ നീക്കങ്ങളും നികുതി സംബന്ധമായ സകല ശുപാർശകളും 2016 മുതൽ ഇന്ന് വരെയുള്ളത് പരസ്യമായ ജനങ്ങൾക്ക് മുന്നിൽ വെക്കാൻ CPM-ന് ധൈര്യമുണ്ടോ? തയ്യാറാണെങ്കിൽ സത്യം പുറത്തു വരട്ടെ. അല്ലാത്ത പക്ഷം ഈ ഡീൽ എന്ന വാക്ക് സ്വന്തം ഭരണപരാജയവും അഴിമതിയും മറച്ചുവെക്കാൻ എതിരാളികൾക്ക് നേരെ മാത്രം പ്രയോഗിക്കുന്ന വെറും ഒരു രാഷ്ട്രീയ ആയുധം മാത്രമാണെന്ന് ജനങ്ങൾ വിലയിരുത്തും.